ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും. ഇപ്പോൾ ഡിസംബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ആദ്യം മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഡിസംബർ മാസത്തിലെ ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപൻ ശനിയാണ്. ശനി 3-ലാണ്, നേർസഞ്ചാരത്തിലാണ്. അത് ഗുണം ചെയ്യും. സൂര്യൻ ഡിസംബർ 16-ന് 11-ൽ നിന്നും 12-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഡിസംബർ 7-ന് 11-ൽ നിന്നും 12-ലേക്ക് മാറുന്നു. ബുധൻ ഡിസംബർ 6-ന് 10-ൽ നിന്നും 11-ലേക്കും 29-ന് ആ ബുധൻ 12-ലേക്ക് മാറുന്നു. ഗുരു 5-ല് ഡിസംബർ 5-ന് 7-ൽ നിന്നും വക്രത്തിൽ 6-ലേക്ക് മാറുന്നു. ശുക്രൻ 20-ന് 11-ൽ നിന്നും 12-ലേക്ക് മാറുന്നു. രാഹു 2-ലുണ്ട്. കേതു അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു. അതായത് ഡിസംബർ മാസത്തിൽ ചൊവ്വ, സൂര്യൻ, ശുക്രൻ ഈ 3 ഗ്രഹങ്ങൾ 12-ലേക്ക് വരികയാണ്. ബുധൻ 11-ലേക്ക് വരുന്നു. ഗുരു 6-ലേക്ക് മാറുന്നു. ശനി ഗുരു ദൃഷ്ടി 12-ൽ വരുന്ന സമയം. ഇതാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മകരക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി? ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ആ ശനി 3-ൽ നേർസഞ്ചാരത്തിലാണ്. അത് ആരോഗ്യസ്ഥിതി പൊതുവെ അനുകൂലമാക്കും. എങ്കിലും അഷ്ടമരാശിയിൽ കേതു ഉണ്ട്. അത് ചിലർക്ക് ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ, ഇത് ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. അവസാനത്തെ പകുതി അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12-ലേക്ക് രാശി മാറുന്നത് വിപരീത രാജയോഗമാണ്. അതുപോലെ 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ലേക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വഴിതെളിക്കാം. അത് കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ സുഖക്കുറവ് ഉണ്ടാക്കിയേക്കാം. അതേസമയം അഷ്ടമഭാവാധിപനായുള്ള സൂര്യൻ 12-ലേക്ക് വരുന്നത്, അതുപോലെ ഗുരു 6-ല്, ആ 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6-ലേക്ക് നിൽക്കുന്നതും വിപരീത രാജയോഗമാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് റിക്കവറി അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ 19 വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. 6-ഉം 9-ഉം ഭാവാധിപനായിട്ടുള്ള ബുധനും ഡിസംബർ 6-ന് 11-ലേക്ക് വരുന്നു. അഷ്ടമഭാവാധിപൻ സൂര്യനും ആദ്യ പകുതി ശുക്രനോടൊപ്പം 11-ൽ സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പോൾ തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ വരും. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. അതായത് ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ തൊഴിലിടത്ത് ഇവർക്കുണ്ടാകും. ഇപ്പോൾ ആദ്യ പകുതി നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അത് തൊഴിലിടത്ത് പൊതുവെ ഒരു തൊഴിൽ സുഖം അവർക്ക് അനുഭവപ്പെടും. തൊഴിൽ ഭാഗ്യത്തിനും അത് വഴിയൊരുക്കും. 9-ഉം 10-ഉം ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും ശുക്രനും ഒക്കെ യോഗം ചെയ്തു വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നു. അതായത് ധർമ്മകർമ്മ ബന്ധമാണ്. അപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സാഹചര്യമായിരിക്കും. അവസാനത്തെ പകുതി തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും. പൊതുവെ തൊഴിലിലൊക്കെ ഉത്തരവാദിത്വം കൂടുമ്പോൾ ഇപ്പോൾ ബിസിയൊക്കെ ആകുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ പൊതുവെ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ്. 20 മുതൽ ശുക്രൻ 12-ലേക്ക് മാറുന്നതിനാൽ അത് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നത്, പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ 12-ലേക്കൊക്കെ രാശി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ പകുതി
നമുക്ക് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവിടെ ഉണ്ടായ തടസ്സങ്ങളൊക്കെ മാറുകയും വിദേശത്ത് തൊഴിലവസരങ്ങൾ വരികയും തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ പൊതുവെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശ യാത്രകൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നു. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല. പൊതുവെ ഹാർഡ് വർക്കിൻ്റെ ബെനിഫിറ്റൊക്കെ അവർക്ക് കിട്ടുന്ന സമയമാണ്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 10ഉം 11ഉം രാശികളിൽ സഞ്ചരിക്കുന്നു 28 വരെ. അത് ഗുണാനുഭവം നൽകും. ആ ബിസിനസ്സിലൊക്കെ നമുക്ക് ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനും വിപുലപ്പെടുത്തുന്നതിനുമുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്ന അനുകൂല സമയമാണ്. പൊതുവെ വരുമാന വർധനവ് ലാഭവർധനൊക്കെ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാം. ആദ്യ വാരം കഴിയുമ്പോൾ കുജൻ്റെയൊക്കെ ആ ദൃഷ്ടി 7 വരുന്നുണ്ട്. അത് നീച ദൃഷ്ടി ആയതുകൊണ്ട് എങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കുജൻ്റെ ദൃഷ്ടി 7 വരുമ്പോൾ പാർട്ട്നേഴ്സിനിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എങ്കിലും കുജൻ്റെ ദൃഷ്ടി നീച ദൃഷ്ടി ആയതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക. വിദേശ വിപണനമൊക്കെ പൊതുവെ സ്മൂത്താകും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 10, 11 ഭാവരാശികളിൽ വരുന്നത് ഗുണം ചെയ്യും. 5ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ 19 വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അതുപോലെ സൂര്യനും 11 അപ്പോൾ ആ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പഠിതാക്കൾക്ക് പൊതുവെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാകും. പരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അവസാനത്തെ വേദി, പ്രത്യേകിച്ച് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്നവർ വിലയിരുത്തണം. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകണം. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2 രാഹു ഉണ്ട്. 5 മുതൽ ധനകാരകൻ, അതായത് ഗുരു ദൃഷ്ടിയൊക്കെ 2 വരുന്നുണ്ട്. 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 3 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ വാരം 11 അതിനുശേഷം ആ ചൊവ്വ 12 വരുന്നു. അപ്പോൾ 11 ബുധനും ശുക്രനും സൂര്യനും ഒക്കെ ഉണ്ട്. അപ്പോൾ ധനപരമായിട്ട് പൊതുവെ പല സോഴ്സിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാകാം. ഒന്നിലധികം സോഴ്സിൽ നിന്ന് വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ 11 3 ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആഗ്രഹങ്ങളെങ്കിലും അവർക്ക് ഈ ഡിസംബർ മാസത്തിൽ സാധിക്കാൻ കഴിയും എന്ന് പറയാം. ലോൺ വഴിയോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ചിലപ്പോൾ ധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം അവസാനത്തെ പകുതി ധനച്ചെലവ് കൂടുന്നതിന് സ്ഥിതി കാണുന്നുണ്ട്. അതുകൊണ്ട് ധനവിനിയോഗത്തിൽ ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആലോചനകൾ വരും. അവസാന പകുതിയേക്കാൾ ആദ്യ പകുതിയാണ് ആലോചനകൾക്ക് അനുകൂല സമയമായിട്ട് കാണുന്നത്. കമിതാക്കൾക്ക് ആദ്യത്തെ 3 വാരം അനുകൂലമായിരിക്കും. ശുക്രൻ്റെ ആ സ്ഥിതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. രവി, ശുക്രൻ, കുജനൊക്കെ അവസാനത്തെ പകുതി 12 വരുന്നത്. അത് കമിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കോ അല്ലെങ്കിൽ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കാം. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കമിതാക്കളുടെ ഭാഗത്ത് വേണം. ഇനി ദാമ്പത്യബന്ധം നോക്കുമ്പോൾ ആദ്യ പകുതി പൊതുവെ സന്തോഷകരമാകും. അതേസമയം എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസി, അവരുമായിട്ടുള്ള സമീപനത്തിലൊക്കെ ഒരു കെയർ വേണം. അത് മുഖാന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നോക്കണം. അത് ദാമ്പത്യ ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അവസാനത്തെ പകുതി അല്പം കെയർ വേണം. ശുക്രൻ 12 മാറുകയാണ്. ശുക്രനും സൂര്യനും കുജനും ഒക്കെ 12 സ്ഥിതി വരുന്നു. 7 കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ആ കുജൻ്റെ ദൃഷ്ടി 7 വരുന്നെങ്കിലും അത് നീച ദൃഷ്ടിയാണ്. എങ്കിലും നമുക്ക് ദാമ്പത്യബന്ധത്തിൽ അല്പം കെയർ വേണം. ഈഗോ പ്രശ്നങ്ങൾ, ചിലപ്പോൾ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ചിലപ്പോൾ സുഖക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2 രാഹുണ്ട്. 5 മുതൽ ഗുരു ദൃഷ്ടി 2 വരുന്നുണ്ട്. 4ാം ഭാവാധിപനായിട്ട് ചൊവ്വ ആദ്യവാരം 11 അപ്പോൾ 11 ശുക്രനുണ്ട്, ബുധനുണ്ട്, അതുപോലെ സൂര്യനുണ്ട്, ചൊവ്വയുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബ സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പോൾ വീട്
പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനോ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം. ഇപ്പോൾ കുടുംബജീവിതം ഓക്കെ ആണെങ്കിലും നമ്മൾ സംസാരത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 രാഹു ഉള്ള സമയമാണ്. അതുകൊണ്ട് ഈ സംസാരം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ ഉള്ള ഒരു ഇൻ്ററാക്ഷൻ, അതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകണം. അതുപോലെ 2 രാഹുവൊക്കെ ഉണ്ട്, കുടുംബ ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിലൊരു സുഖം സമാധാനമൊക്കെ കുറയുന്നതിന് വഴിതെളിക്കാം എന്ന് പറയാം. ഡിസംബർ 6, 7, 10, 11, 20, 21 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം, പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ പ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞത് മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അല്ലെങ്കിൽ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഈ ഫലത്തേക്കാളും കൂടുതൽ ഒരാളെ സ്വാധീനിക്കുന്നത് അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അവർക്കിപ്പോൾ നടക്കുന്ന അപകാരം, അവർക്കിപ്പോൾ നടക്കുന്ന ഛിദ്രം. അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ? ഇപ്പോൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ, അപകാരം, ഛിദ്രം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ മാസത്തിലെ ഫലാനുഭവം കൂടും, കൂടുതൽ ഗുണകരമാകും. മറിച്ചായാൽ അനിഷ്ടസ്ഥാനം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണെങ്കിൽ അത് ഗുണാനുഭവം കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു സംശയം വരാം, മകരക്കൂറും മകരലഗ്നവും ഒന്നാണോ? അല്ല. ഒരു കൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. ഇപ്പോൾ ഒരു നക്ഷത്ര ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൽ ഏത് സമയത്ത് ജനിച്ചു, ഏത് രാശി ലഗ്നമായിട്ട് വന്നു, അതാണ്. അപ്പോൾ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും രണ്ടും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വ്യത്യാസമില്ല. അതേസമയം മകരക്കൂറിൽ പിറന്ന ചിലർക്ക് മാത്രമേ മകരലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്കെല്ലാം മറ്റ് രാശികൾ ലഗ്നരാശിയായിട്ട് വരാം. അപ്പം മറ്റ് രാശികൾ ലഗ്നരാശിയായിട്ട് വന്നിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ ഡിസംബർ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത, കൂടുതൽ സൂക്ഷ്മത ലഗ്നഫലത്തിനാണ്. അതുകൊണ്ടാണ് ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ പറയുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ മകരക്കൂറും മകരലഗ്നത്തിൻ്റെയും ഫലം പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മകരലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫലം നിങ്ങളുടെ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ അതുകൊണ്ടാണ് ലഗ്നഫലത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.